നാമനിർദ്ദേശ പത്രിക വന്നപ്പോൾ കോടിപതിയാണതിൽ. അത് ATM പൊളിച്ചിട്ട് ശോഭാ സുരേന്ദ്രൻ പണമുണ്ടാക്കിയതല്ല. എനിക്ക് 2 കുട്ടികളുണ്ടായി. ആ 2 കുട്ടികളിൽ ഒരാൾ ഇന്ന് ഇന്ത്യയിലെ ശശി തരൂരിന് ശേഷം പബ്ലിക് പോളിസിക്ക് 3 വലിയ ലോകോത്തര യൂണിവേഴ്സിറ്റികൾ സെലക്ട് ചെയ്യുകയും ഒരു കാലിഫോർണിയ ബർക്ക്ലിയിലെ ആ പഠനവും കഴിയുകയും ജർമ്മനിയിലെ സയന്റിസ്റ്റ് എന്നുള്ള രൂപത്തിൽ അവിടെയും ജോലി ചെയ്യുകയും അതിനുശേഷം അമേരിക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ ഒരു കമ്പനിയുടെ തലപ്പത്ത് ജോലി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവന്റെ ഒരു വർഷത്തെ സാലറി പോലും ആയിട്ടില്ല. ശോഭാ സുരേന്ദ്രന്റെ മകന് കോടികൾ ശമ്പളം കിട്ടുന്ന ജോലി ചെയ്യാൻ പാടില്ല എന്നില്ലല്ലോ. ഞാൻ കൂലിപ്പണിക്കാരിയായിട്ട് എല്ലാ കാലത്തും കിടക്കണം എന്നുണ്ടോ? ഇന്നും പ്രതിപക്ഷ നേതാവ് CPM-ഉം BJP-യും തമ്മിലുള്ള ഡീലാണ് ഇവിടെ ഉള്ളത് എന്നുള്ളതാണ്. അതായത് LDF-ന്റെ സ്ഥാനാർത്ഥി വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയാണ്. CPM-ന് ലഭിക്കേണ്ട പല വോട്ടുകളും BJP-യിലേക്ക് പോവുകയും. ഒരു കാര്യം എനിക്ക് മനസ്സിലായിട്ടുള്ളത്, ശ്രീമാൻ VD സതീശൻ ഒരു കാര്യം മനസ്സിലായി. VD സതീശൻ ഭാവി കേരളത്തിൽ ഒരു വലിയ പോസ്റ്റ് പ്രതീക്ഷിച്ചിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ നൂലിൽ കെട്ടി ശ്രീമാൻ KC വേണുഗോപാലിനെ ഇറക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ചരടെല്ലാം തന്നെ പട്ടം പൊട്ടിയ പോലെയായി പോയി. അപ്പൊ പൊട്ടിയ പട്ടത്തിന്റെ കയ്യിലെ ആ നൂല് മാത്രം, ഒരു ഭാഗം നൂല് മാത്രമാണ് ശ്രീമാൻ VD സതീശന്റെ കയ്യിലുള്ളത്. പകരം ശ്രീമാൻ KC വേണുഗോപാല് പിണറായി വിജയന്റെ ജനദ്രോഹ നയം ചർച്ച ചെയ്യേണ്ടതിനു പകരം ഈ പാലക്കാടുമേ കയറി പിടിച്ചിരിക്കുന്നത് എന്താണ്? ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു കാര്യം മനസ്സിലായി, പാലക്കാട് എന്തായാലും BJP-യുടെ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഭൂരിപക്ഷം എത്രയുണ്ട് എന്നുള്ള കാര്യത്തിൽ മാത്രമേ VD സതീശന് സംശയമുള്ളൂ. ആ സംശയം മാത്രമേ ഇപ്പൊ VD സതീശന്റെ കയ്യിലുള്ളൂ. ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. ഈ നിൽക്കുന്നതിൽ BJP-കാർ മാത്രമല്ല, ഈ നിൽക്കുന്ന ആളുകൾക്കിടയിൽ കോൺഗ്രസിന്റെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPI-യുടെയും ആളുകളുണ്ട്. ഈ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരിക്കൽ പോലും രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടികളിൽ വരാത്ത ആളുകളുണ്ട്. എന്തുകൊണ്ട് അവർ വന്നു? അവർ വരാൻ കാരണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു വലിയ സുവർണ കോറിഡോറായി നമ്മുടെ പാലക്കാടിനെയും നമ്മുടെ കോയമ്പത്തൂരിനെയും ഏകീകരിക്കുമ്പോൾ, വലിയ വലിയ റോഡുകളുടെ വികസനം ഉണ്ടാകുമ്പോൾ, IT പാർക്കുകൾ വരുമ്പോൾ, ഇവിടുത്തെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റോക്കിംഗ് സെന്ററുകൾ ഉണ്ടാകുമ്പോൾ, മാർക്കറ്റ് ഇന്റർവെൻഷൻ സ്കീമിന് വേണ്ടിയിട്ട് പണം നിക്ഷേപിക്കപ്പെടുമ്പോൾ അതിന്റെ ഹബ്ബായിട്ട് പാലക്കാട് മാറണം എന്ന ആഗ്രഹമുള്ള, ഈ കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകണം എന്ന് ആഗ്രഹമുള്ള ഒരു സ്ത്രീയോടൊപ്പം അവർ അവരുടെ മനസ്സ് വെച്ചപ്പോൾ അവിടെ ദുഷ്ടലാക്കോട് കൂടിയിട്ട് തന്ത്രപൂർവം ത്രികോണ മത്സരം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രീമാൻ VD സതീശൻ നടത്തുന്ന ഈ കളിയൊക്കെ മനസ്സിലാക്കാൻ പ്രബുദ്ധരാണ് പാലക്കാടിലെ ജനത. ഏതെങ്കിലും ഞാൻ ആരാണ് എന്നുള്ളത് അറിയുന്ന മുസ്ലിം സുഹൃത്തുക്കൾ കേരളത്തിലില്ലേ? ഞാൻ ഇവിടെ കുറെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തപ്പോൾ ഞാൻ എടുത്ത കുട്ടികളിൽ മുഴുവൻ ഹിന്ദു കുട്ടികൾ മാത്രമാണ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടികളിൽ മുസ്ലിം പെൺകുട്ടികളില്ലേ? ഞാൻ വളർത്തിക്കൊണ്ടുവന്ന വക്കീലന്മാരും ഡോക്ടർമാരും ആക്കിയിട്ടുള്ള മുസ്ലിം ചെറുപ്പക്കാരെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തെരഞ്ഞെടുപ്പ് സമയത്ത് അത് ചെയ്യുന്നത് മൗഢ്യമാണ് എന്നുള്ളത് കൊണ്ടും തെറ്റാണ് എന്നുള്ളത് കൊണ്ടും ഈ പോളിംഗ് കഴിഞ്ഞാൽ 2 ആഴ്ചക്കകം മാധ്യമപ്രവർത്തകർ വിളിച്ചു ചേർത്തുന്ന സ്ഥലത്തേക്ക് എൻ്റെ മക്കൾ വരും. അതിനകത്ത് മുസ്ലിം കുട്ടികളുണ്ടാകും, മുസ്ലിം പെൺകുട്ടികളുണ്ടാകും. ഇവിടെ ഒരാൾ എനിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്, വക്കീലാണ്, മുസ്ലിം ചെറുപ്പക്കാരനാണ്. അവൻ എങ്ങനെ വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അവൻ പറയും.